പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം. Good morning to everybody. Today I am going to do some experiments for you in order to get a direct experience. See, we already learned about law of flotation. Hydrometers are there to determine the relative density of liquids. It works on the principle law of flotation. ഹൈഡ്രോമീറ്ററുകളെ നമുക്കൊന്ന് നേരിട്ട് പരിചയപ്പെടാം. പ്ലവന തത്വം അനുസരിച്ചാണ് ഹൈഡ്രോമീറ്ററുകളെല്ലാം പ്രവർത്തിക്കുന്നത്. ഹൈഡ്രോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. So there is some doubts regarding this hydrometer. That is why I am doing this video for you. See, we have different types of hydrometers in our day-to-day life. I will introduce some of them. One is very important. All of us know about the lactometer. Lactometer is a hydrometer which is used to determine the purity of milk. Then another one hydrometer is there which is called alcoholometer. Alcoholometer is used to determine the density of alcohol. ആൽക്കഹോളോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ആൽക്കഹോളിൻ്റെ സാന്ദ്രത അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്ററാണ്. മറ്റൊരു തരം ഹൈഡ്രോമീറ്റർ ഉണ്ട്, അതിനെ പറയുന്നത് സാക്രോമീറ്റർ എന്നാണ്. സാക്രോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പഞ്ചസാര ലായനിയുടെ ആപേക്ഷിക സാന്ദ്രത അറിയുന്നതിനും ഒരു പഞ്ചസാര ലായനിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് അറിയുന്നതിനും വേണ്ടിയാണ്. പഞ്ചസാര ലായനി മാത്രമല്ല, ബിയർ പോലെയുള്ള ദ്രാവകങ്ങൾ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയും സാക്രോമീറ്റർ ഉപയോഗിക്കും. So sacrometer is also a hydrometer which is used to determine the density of sugar solutions. And also we can determine the content of sugar in sugar solutions and also in beer. Then next one is thermohydrometer. Thermohydrometer is used to determine the density of petroleum products. Thermohydrometer needs a specific temperature also. So the temperature varies, the density of petroleum liquids may differ. That is why it needs temperature also. In accordance with the measurement of density also, we are determining the temperature of the petroleum liquids also. അപ്പോൾ ഈ തെർമോഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സാന്ദ്രത അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്ററാണ്. അതിൻ്റെ താപനിലയോടെ അളക്കേണ്ടതുണ്ട്, അതോടൊപ്പം താപനിലയോടെ അളക്കേണ്ടതുണ്ട്. കാരണം താപനില മാറുന്നതനുസരിച്ച് അതിൻ്റെ സാന്ദ്രതയിൽ വ്യത്യാസം പെട്ടെന്ന് സംഭവിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഹൈഡ്രോമീറ്ററുകളെ നമ്മൾ തെർമോഹൈഡ്രോമീറ്റർ എന്നാണ് പറയുന്നത്. മറ്റൊരു തരം ഹൈഡ്രോമീറ്റർ ഉണ്ട്, യൂറിനോമീറ്റർ. ആക്ച്വലി യൂറിനോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഡെൻസിറ്റി ഓഫ് യൂറിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂറിനോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? യൂറിനോമീറ്റർ ഉപയോഗിക്കുന്നത് മൂത്രത്തിലുള്ള യൂറിൻ കണ്ടന്റ് അറിയുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ ഡെൻസിറ്റി സാന്ദ്രത കണക്കാക്കുന്നത്. വേറെ തരം ഹൈഡ്രോമീറ്റർ ഉണ്ട്, ബാറ്ററി ഹൈഡ്രോമീറ്റർ. നിങ്ങളത് ചിലപ്പോൾ നേരിട്ട് കണ്ടു കാണും. ഈ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററിക്കകത്തുള്ള ആസിഡുണ്ട്, ആ ആസിഡിൻ്റെ സാന്ദ്രത നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്ററാണ് ബാറ്ററി ഹൈഡ്രോമീറ്റർ. ആ ആസിഡിൻ്റെ സാന്ദ്രതയ്ക്ക് വ്യത്യാസം വരുമ്പോൾ ബാറ്ററി ഉപയോഗശൂന്യമായി മാറും. ഒരു പരിധിക്കപ്പുറത്തേക്ക് വ്യത്യാസം വന്നാൽ ആ ബാറ്ററി നമുക്ക് മാറ്റേണ്ടി വരും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്ററാണ് battery hydrometer.
So battery hydrometer is used to determine the density of acid solution in batteries, especially in vehicles. The next one is antifreeze tester. ആൻറ്റിഫ്രീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ വാഹനങ്ങളിലേക്ക് ഇഞ്ചിൻ ചൂടാകുമ്പോൾ തണുപ്പിക്കുന്നതിന് വേണ്ടി കൂളൻ്റ് ഉപയോഗിക്കും. കൂളൻ്റ് അഥവാ ആൻറ്റിഫ്രീസറുകൾ ഉപയോഗിക്കും. ഈ ആൻറ്റിഫ്രീസറുകൾ സൊല്യൂഷനുകളുടെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്ററാണ് അത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ 3 തരം ഹൈഡ്രോമീറ്ററുകളെ നമുക്ക് നേരിട്ട് കാണാം. ഹൈഡ്രോമീറ്റർ ഹെവി ലിക്വിഡ്സിൻ്റെ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളുടെ ഡെൻസിറ്റി അളക്കുന്ന ഹൈഡ്രോമീറ്റർ നമുക്ക് കാണാം. സാന്ദ്രത കുറഞ്ഞ, വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളുടെ അഥവാ ലൈറ്റ് ലിക്വിഡ്സ് which has lower density than that of water. So in order to determine the density of that liquids, we are using hydrometer for light liquids and also lactometer, which is used to determine the purity of milk. അപ്പോൾ ലാക്ടോമീറ്ററിനെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. അതുപോലെ തന്നെ സാന്ദ്രത വളരെ കൂടിയ, ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളുടെ അപേക്ഷിക സാന്ദ്രതയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്ററിനെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഹൈഡ്രോമീറ്ററിനെയും നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ പാലിൻ്റെ പരിശുദ്ധി അളക്കുന്ന ലാക്ടോമീറ്ററിനെയും പരിചയപ്പെടാം. See, if you are observing a hydrometer, you can see different types of readings there. For example, some hydrometer may have 2 types of reading. One side it is first is 0, then 10, 20, 40, something like that. So this 0 means, especially in the case of lactometer. ലാക്ടോമീറ്ററിൻ്റെ കേസിലാണ് ഇത് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിൽ നമ്മൾ റീഡിങ് നോക്കുമ്പോൾ അതിൽ 0, 10, 20, 30, 40 എന്നിങ്ങനെ കാണും. ഈ 10 ഉദ്ദേശിക്കുന്നത് 1000 എന്നാണ്. 1010 എന്നാണ്. 0 ഉദ്ദേശിക്കുന്നത് 1000 എന്നും 10 ഉദ്ദേശിക്കുന്നത് 1010, 1020, 1030, 1040 എന്നിങ്ങനെ. മറുസൈഡിൽ ചില ഹൈഡ്രോമീറ്ററുകളാണെങ്കിൽ ഇവിടെ 0 എഴുതിയിരിക്കുന്നതിൻ്റെ മറുസൈഡിൽ 1 എന്ന് കാണും. അപ്പോൾ നമ്മൾ 0 കണ്ടുകൊണ്ട് ആ ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത 0 എന്ന് പറയാൻ കഴിയില്ല. മറുസൈഡിൽ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് വേണ്ടി പ്രത്യേക അങ്കനങ്ങൾ കാണും. So 2 types of readings may there in the case of some hydrometers. Heavy hydrometers, light liquid hydrometers, it may have these 2 types of readings. For what purpose this? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ 2 തരത്തിൽപ്പെട്ട റീഡിങ്സ് ഉപയോഗിക്കുന്നത്? നമുക്ക് ലാക്ടോമീറ്ററിൻ്റെ ഉദാഹരണം പറയാം. അപ്പോൾ ലാക്ടോമീറ്ററിൽ ഒരു പാലിലേക്ക് നമ്മൾ ഇട്ടപ്പോൾ, ഒരാൾ കൊണ്ടുവന്ന പാലിലേക്ക് നമ്മൾ ലാക്ടോമീറ്റർ ഇട്ടപ്പോൾ റീഡിങ് 20 എന്ന് കണ്ടു. അതിൻ്റെ അർത്ഥം ആ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത, that means the relative density of that milk, we can measure it. How we can measure? 1020/1000. 1020 എന്ന് കാണിച്ചാൽ അർത്ഥം 1020 എന്നാണ്. 1020/1000. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? നിഷ്ക്രിയം നോക്കിക്കോളൂ. ഇങ്ങനെ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിയും കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന ലാക്ടോ കണ്ടന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതുപോലെ ഹൈഡ്രോമീറ്ററുകളിൽ 2 ടൈപ്പ്, പലതരം ഹൈഡ്രോമീറ്ററുകൾ ഞാൻ പരിചയപ്പെടുത്തി. 2 തരം റീഡിങ്ങുകൾ ചില ഹൈഡ്രോമീറ്ററുകൾ കാണും. നമ്മൾ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനു വേണ്ടിയൊക്കെയാണ്, ഒന്ന് അതിടുമ്പോൾ ആ ദ്രാവകത്തിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി പറയുന്നതിനും, മറുസൈഡിലുള്ളത്
അത് ദ്രാവകത്തിലിടുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ചില വസ്തുക്കളുടെ അതിലടങ്ങിയിരിക്കുന്ന ചില ദ്രവങ്ങളുടെ കണ്ടൻസിൻ്റെ അളവ് പറയുന്നതിന് വേണ്ടിയാണ്. സോ വി മേ സി ഡിഫറെൻറ്റ് റീഡിംഗ് ഇൻ ഹൈഡ്രോമീറ്റർ. One is for the relative density and the other is for the amount of matter, some matters present in that liquid. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ദ്രവമലകൾ എന്ന പാഠവുമായി ബന്ധപ്പെട്ട് ദ്രാവകങ്ങളുടെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഹൈഡ്രോമീറ്ററുകളെ പരിചയപ്പെടും. ഹൈഡ്രോമീറ്ററുകളുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ രണ്ട് തരത്തിൽപ്പെട്ട ഹൈഡ്രോമീറ്ററിന്റെ അതേ തത്വമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഹൈഡ്രോമീറ്റർ തന്നെയാണ്, പക്ഷെ പാലിന്റെ പരിശുദ്ധി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാക്ടോമീറ്ററിനെയും ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. രണ്ടു തരം ഹൈഡ്രോമീറ്ററുകളുണ്ട്. ഞാനിവിടെ ഒരു ജാറിൽ ജലം എടുത്തിട്ടുണ്ട്. ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത 1 ആണ്. കാരണം ജലത്തിന്റെ സാന്ദ്രത കൊണ്ട് തന്നെ ഭാഗിക്കുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി 1 ആണ്. അങ്ങനെ ജലത്തിന്റെയും ജലത്തേക്കാൾ താഴ്ന്ന സാന്ദ്രതയുള്ള ദ്രാവകങ്ങളുടെയും ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്റർ ഉണ്ട്. അതിനെ പറയുന്നത് ഹൈഡ്രോമീറ്റർ ഫോർ ലൈറ്റ് ലിക്വിഡ്സ്. സാന്ദ്രത ജലവും ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞതുമായ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്റർ. അത്തരം ഒരു ഹൈഡ്രോമീറ്റർ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതില് പെട്രോള്, ഡീസല്, ജലത്തേക്കാൾ വളരെ താഴ്ന്ന മണ്ണെണ്ണ, അതുപോലെ തന്നെ ഏവിയേഷൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ, അതിന്റെയൊക്കെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്റർ ആണ് ഇത്. ഇത് ജലത്തിലേക്ക് തട്ടിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, 1 എന്നുള്ള വാല്യൂവിലായിരിക്കും വന്ന് നിൽക്കുക. ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളിലേക്ക് ഇട്ടാൽ, ഞാനിപ്പോ ഇവിടെ മണ്ണെണ്ണയൊന്നും ഇട്ട് കാണിക്കുന്നില്ല, മണ്ണെണ്ണയോ പെട്രോളോ ഒക്കെ ഇട്ടാൽ അതിന്റെയും സാന്ദ്രത കുറവായതുകൊണ്ട് ഇത് കൂടുതൽ താഴും. അപ്പൊ ആപേക്ഷിക സാധ്യത ഇത് താഴുന്നതനുസരിച്ച് ആപേക്ഷിക സാധ്യതയുടെ റീഡിങ് കുറഞ്ഞ് വരും. നിങ്ങൾക്ക് ഇതില് അങ്കനങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. താഴത്തെ വാല്യൂ 1 ആണ്. 1 നിന്ന് മുകളിലോട്ട് വരുന്തോറും വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇനി മറ്റൊരു തരം ഹൈഡ്രോമീറ്റർ ഞാൻ പരിചയപ്പെടുത്താം. അത് ഹൈഡ്രോമീറ്റർ ഫോർ ഹെവി ലിക്വിഡ്സ് എന്ന് പറയും. ഇതാ അങ്ങനെയുള്ള ഹൈഡ്രോമീറ്റർ ആണ് ഇത്. ഇതിലെ അങ്ങനെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രതയും ജലത്തേക്കാൾ ഉയർന്ന സാന്ദ്രതയുള്ള ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രതയും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇത് ജലത്തിലിടുമ്പോൾ പരമാവധി താഴ്ന്നു പോകും. അപ്പോൾ അത് നോക്കും, ഇവിടെ ഒരു 1 എന്നുള്ള റീഡിങ് കാണാം. ജലത്തിലിടുമ്പോൾ ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത 1 ആയതുകൊണ്ട് 1 എന്നുള്ള റീഡിങ്ങിൽ വന്ന് നിൽക്കും. എന്നാൽ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളിലേക്ക് ഇടുന്നു, ഹണി, ഗ്ലിസറിൻ, അല്ലെങ്കിൽ ഇടുമ്പോൾ എന്ത് ചെയ്യും, ഇത് മുകളിലോട്ട് ഉയർന്നു മനസ്സിലായല്ലോ. അപ്പോ ഇത് ഹെവി ലിക്വിഡ്സ്. നമുക്ക് തന്നെ ജലത്തിലൊന്ന് ഇട്ട് നോക്കാം. ജലത്തിലിട്ടാൽ എത്ര റീഡിങ് കാണിക്കുന്നു നമുക്ക് നോക്കാം. ഇതിനെ ജലത്തിലേക്ക് ഇടാൻ പോവുകയാണ് ഞാൻ. താഴെ അറ്റത്തേക്ക് വന്നു. അതൊന്ന് നിശ്ചലമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 1 എന്ന് പറയുന്ന റീഡിങ്ങിന്റെ അവിടെ വന്നത് അങ്ങ് നിൽക്കും. ഇനി ജലത്തിനേക്കാൾ ഉയർന്ന സാന്ദ്രതയുള്ള ദ്രാവകത്തിലേക്ക് ഇട്ടാൽ ഇത് ഉയർന്നു വന്ന് അതിന്റെ റീഡിങ് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഞാൻ ഹൈഡ്രോമീറ്റർ തന്നെയാണ്, പക്ഷെ ഇതിന്റെ പ്രത്യേകത, ഇത് പാലിന്റെ പരിശുദ്ധി അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്റർ. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക പേരുണ്ട്, ലാക്ടോമീറ്റർ എന്ന് പേര്.
ഇതിൽ നോക്കിയാൽ പല അളവുകൾ നമുക്ക് കാണാം. പാല് പൂർണ്ണമായും പച്ചവെള്ളമാണ് എങ്കിൽ അത് ഏറ്റവും മുകളിലത്തെ റീഡിങ്ങിലേക്ക് വന്ന് നിൽക്കും. പാലില് ദ്രവത്തിന്റെ അംശം കൂടുതലുണ്ട് എങ്കിൽ അതിന്റെ സാന്ദ്രത കൂടിക്കൂടി വരും. ലാക്ടോ കണ്ടന്റ് കൂടുതലുള്ളതനുസരിച്ച് അതിന്റെ സാന്ദ്രത കൂടിക്കൂടി വരികയും ഇത് മുകളിലോട്ട് ഉയർന്നു നിൽക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? മിൽക്ക് എത്തുമ്പോഴാണ് ഇവിടെയുള്ള ഒരു അങ്കനമുണ്ട് റെഡ് കളറിൽ, അതിലേക്ക് വന്ന് നിൽക്കും. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കൂടുതൽ താഴ്ന്നു പോകും. അപ്പോ നമ്മള് പാൽ സൊസൈറ്റിയിലൊക്കെ പാല് കൊണ്ട് പോകുമ്പോൾ അവരൊക്കെ അറിയാൻ പറ്റും പാലിൽ പച്ചവെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പാലിന്റെ ഡെൻസിറ്റി എത്രയാണ് എന്ന് അറിയാൻ പറ്റും. ആ ഡെൻസിറ്റിയുടെ തോതനുസരിച്ച് അല്പം വിലയ്ക്ക് വ്യത്യാസം തരും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ പച്ചവെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. ലാക്ടോമീറ്ററിനെ എന്ത് സംഭവിക്കും നോക്കാം. ശ്രദ്ധിച്ചോളൂ. അത് പരമാവധി താഴ്ന്ന് പോയിട്ട് ഏത് റീഡിങ്ങിലും ഒന്ന് നിൽക്കും നോക്കൂ. ജലത്തിന്റെ അപേക്ഷിക സാധ്യത 1 എന്ന് പറയുന്ന റീഡിങ്ങിൽ അവിടേക്ക് വന്നു. പാലിലേക്ക് ഇടുമ്പോഴോ അത് കൂടുതൽ ഉയർന്നു വരും. സാന്ദ്രത കൂടിയ പാലാകുമ്പോൾ അത് കൂടുതൽ ഉയർന്നു വരും. അപ്പോ പലതരത്തിൽപ്പെട്ട ഹൈഡ്രോമീറ്ററുകളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. അതൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ശരി.